സോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം എന്താണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്? അതിൻ്റെ ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ ഡയഗ്രത്തിലും ഷെഡ്യൂളിലും ഡയഗ്രത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിമാൻഡ് കർവിൻ്റെ നേച്ചർ എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് ഇങ്ങനെ വരാൻ, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ആ റിലേഷൻഷിപ്പ് അങ്ങനെ വരാനുള്ള കാരണം എന്ത്, ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ, ലോ ഓഫ് ഡിമാൻഡ് അസംഷൻസ് എന്തൊക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഈ കൂടുതലും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ് യു ഹാവ് കവേർഡ് ദിസ് ടോപ്പിക് ഓൾറെഡി ഇൻ യുവർ +2. വി ആർ ജസ്റ്റ് റീഫ്രഷിങ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, the law of demand explains the relation between quantity demand of a commodity and its price. According to Billas, other things remains equal. The quantity demanded per unit of time will be greater the lower the price, and smaller the higher the price. Okay, this means that when a good's price is lower, consumers will buy more, and when the price of good is higher, consumers will buy less of it. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇതെങ്ങനെയാണ് ഡിമാൻഡ് കർവ്, നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ വരയ്ക്കുന്നത് എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ് വേരീസ് ഇൻവേഴ്സ്ലി. ഓക്കെ, ഇത് രണ്ടും ഇൻവേഴ്സായിട്ട് വേരി ചെയ്യും. അതായത് പ്രൈസ് കുറയുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. നമ്മൾ പ്രൈസ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുന്നു പറഞ്ഞ് താഴ്ത്തു വരുന്നല്ല. അപ്പം 200, 300, 500, 800 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്ങനെയാണ് ഡിമാൻഡ് കർവ്, ഡിമാൻഡ് ഷെഡ്യൂൾ വരയ്ക്കുന്നത്. ജസ്റ്റ് in this column you have to express the prices and show a decrease in trend from 40 to 50 to 40 to 30 20 and later 10. Okay, similarly the quantity demand of the commodity increases. Okay, കഴിഞ്ഞ ക്ലാസ് ഡീറ്റെയിൽഡ് പഠിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ഡിമാൻഡ് കർവ് കിട്ടി, വിച്ച് ഷോസ് വൺ വി ക്യാൻ സേ ദ ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ഇനി ഇവിടം വരെ നമ്മൾ ഏകദേശം കവർ ചെയ്താണ്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതാണ്, വെൻ ദി പ്രൈസ് ഓഫ് കമോഡിറ്റി ഫോൾസ് ഡിമാൻഡ് ഇൻക്രീസ് ബിക്കോസ് ഓഫ് 2 എഫക്ട്സ്. എന്തുകൊണ്ടാണ് പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ, അതായത് 50 20 30 20 പിന്നീട് 10 വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന 300 400 500 1500 ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു കമോഡിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ 2 എക്സ്പ്ലനേഷനുള്ളത്. ഒന്ന്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. Okay, so regarding substitution effect, it says that the consumer substitute these goods for other goods because this goods price has decreased. Okay, so consumer substitute these goods for other goods. That is the reason, that is the nature of the way of working of the substitution effect. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എങ്ങനെയാണ്? മറ്റ് ഗുഡ്സിന് പകരം ഈ ഗുഡ്സിനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും. യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഗുഡ്സ് ഫോർ അതർ ഗുഡ്സ് because the price of this commodity has fallen. So there should be some sort of a substitute between X and Y when so that the consumer can increase the product, the consumption of commodity X when its price falls. Okay, wait a second. Okay, so that is the way in which this substitution effect works in the economy. Okay, in the case of a particular good, so that its demand increases when its price falls. Okay, quantity demanded increases when its price falls. ഓക്കെ, സോ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൻ്റെ വർക്കിങ്. എവിടെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെ കൂടുന്നു പിടിയിട്ടില്ലോ, മറ്റ് കമോഡിറ്റി വരെ നമ്മൾ ഈ കമോഡിറ്റി കൂടുതൽ മേടിക്കും, കാരണം ഇതിൻ്റെ പ്രൈസ് കുറയും. ഓക്കെ, ഇൻ ദി ഓപ്പോസിറ്റ് വേ വെൻ ദി പ്രൈസ് ഇൻക്രീസസ് ദി ഓപ്പോസിറ്റ് തിങ്സ് ഹാപ്പൻ. The second one is income effect. When the price of the commodity falls, it indirectly increase the income of the consumer, and hence consumer may buy more of the commodity. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം, ഇവിടെ അല്പം കൂടെ കെയർഫുൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാലേ ഇത് പിടിയിട്ടുള്ളൂ. When the price of the commodity falls, suppose price of the commodity falls from 500 rupees to 100 rupees, so that when you are spending, previously you are purchasing 10 kilogram or spending time 5,000 rupees, now you have to spend only 1,000 rupees. That means you got 4,000 rupees extra at your hand because of the declining the price of the commodity from 100 rupees to 500 rupees. Okay, അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ഈ നമ്മുടെ ഇൻകം ഇവിടെ ഫ്രീ ആയിട്ടൊരു 4,000 രൂപ കിട്ടും. അപ്പോൾ ആ 4,000 1,000 രൂപ കൊടുത്ത് പിന്നെ നമ്മൾ ഈ സാധനം തന്നെ മേടിക്കും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റ് ഷോസ് ഹൗ ദി കൺസ്യൂമർ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ് വെൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻകം കൂടി. 1,000 രൂപ മൊത്തം ചിലവാക്കേണ്ടതിനടുത്ത് 5,000 രൂപ മൊത്തം ചിലവാക്കേണ്ടടുത്ത് നമ്മൾ 1,000 രൂപ മാത്രമേ ചിലവാക്കുള്ളൂ. 4,000 രൂപയുടെ ഇൻകം നമ്മളെ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ 1,000 രൂപയ്ക്ക് നമ്മൾ ഈ സാധനം മേടിക്കും. സോ ദാറ്റ് വി കോൾ ഇറ്റ് ഇസ്
ഇൻകം എഫക്റ്റ്. ആ ഇൻകം എഫക്റ്റ് വർക്ക് കാരണം ഈ കമ്മ്യൂണിറ്റിയുടെ വില കുറയുമ്പോൾ നമ്മൾ 5000 രൂപയിൽ നിന്ന് 1000 രൂപയിലോട്ട് അതിൻ്റെ പർച്ചേസ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന കുറയുന്നു. 4000 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്ന 1000 രൂപ പിന്നെ ചില 1000 രൂപയുടെ ഡിമാൻഡ് ഇവിടെ കൂടിയതിന് കാരണം എന്താ? ഇൻകം എഫക്റ്റ്. കൺസ്യൂമേഴ്സ് ഇൻകം വാസ് ഇൻക്രീസ്ഡ് ബൈ 4000 rupees. So these are the two effects, two reasons which promotes or which causes what we can say the negative relationship between quantity demanded and the price of the price of a commodity and its quantity demanded. നമ്മൾ പറയുമ്പോൾ എന്നാ അറിയാം, ഡിലീറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടാലിയായി വരാതിരിക്കും. സീന വന്നു, സീനയില്ലാതെ അന്നതൊന്ന് സരിക്കും. ഒരു സെക്കൻഡ്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യില്ല, എനിക്ക് സമാധാനം കിട്ടില്ല. അവനെ ഡിലീറ്റ് എല്ലാം ഇങ്ങനെ ഓരോന്നെടുത്ത് ഡിലീറ്റ്. ഓക്കെ, ഞാൻ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ പിടിയിട്ടില്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയില്ല. ഇൻകം എഫക്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സോ നൗ വി ആർ കമ്മിങ് ടു സീ വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ദി ലോ ഓഫ് ഡിമാൻഡ് വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് സെവറൽ അസംഷൻസ് of order. One major assumption is the ceteris paribus assumption, which says that as other things remains constant, that implies that other things remains. The major assumptions of law of demand are following: the commodity is a normal good, abnormal good, or given goods. The relationship may be entirely different. We already saw about that, in the previous classes. There is no change in the taste and habits and preference of the consumer. That is another supporting assumption. There is no change in the income of the or wealth of the consumer. There is no change in the price of the related good. There is no expectation of the future change about the price of this particular commodity. That also is necessary. The goods are perfectly divisible, so that you can buy 1 unit, 2 unit, 3 unit, like that. In a divisible way you can purchase, divisible way you can consume. So these are the main assumptions which supports the law of demand, that says there is always a negative relationship between quantity demanded of a commodity and its price. Okay, quantity demanded changes, what we can say, inversely with the price of the commodity, and then there is what we can say this type of a demand curve, downward sloping or negatively sloping. Okay, now we are going to see why the demand curve is downward sloping. എന്തുകൊണ്ടാണ് ഡിമാൻഡ് ഒരു താഴോട്ട് വരുന്നത്? മുകളിലോട്ട് പോയിക്കൂടെ? upward sloping straight line ആയിക്കൂടെ? horizontal or vertical? So why this type of a relationship? We are finding the various reasons. According to the law of demand, the demand curve is downward sloping from left to right. Downward sloping from left to right. Okay, there are several reasons behind the downward sloping demand. Following are the important. Law of diminishing marginal utility. This means that the utility from the consumption of a commodity decreases with increased consumption. നമ്മളിങ്ങനെ എന്താണ് കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, യൂട്ടിലിറ്റി കുറയും. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാം, നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മൾ പഴയ കൂടുതൽ വില കൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ കുറച്ച് വിലയ്ക്ക് വരുവാണെങ്കിൽ ഇഷ്ടംപോലെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, കുറച്ച് വിലയ്ക്ക് തരാൻ പറ്റും. കാരണം നമ്മുടെ ആ യൂട്ടിലിറ്റി കുറയുക. അപ്പോൾ അതേസമയം ഇവിടെയാണെങ്കിൽ പ്രൈസ് കുറച്ചേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. കുറച്ച് കൺസ്യൂം ചെയ്യുമ്പോൾ ആദ്യം 1 യൂണിറ്റ് മാത്രമേ, അപ്പോൾ ആ 1 യൂണിറ്റ് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ കൂട്ടും. ശരിയല്ലേ? നമ്മൾ മാങ്ങ കഴിക്കുകയാണെങ്കിൽ ഒരു മാങ്ങ കഴിക്കുമ്പോൾ ഭയങ്കര സംതൃപ്തി, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ. ഒരു മാങ്ങയ്ക്കകത്ത് നമ്മൾ കിടക്കേണ്ടി വരുന്നെങ്കിൽ നമുക്ക് മാങ്ങ വെറുത്തു പോകും. അപ്പോൾ അന്നേരം നമ്മൾ മാങ്ങയ്ക്ക് പൈസ കൊടുക്കാൻ തയ്യാറില്ല. സോ ദാറ്റ് ഈസ് വൺ എക്സ്പ്ലനേഷൻ ഓഫ് ദി നേച്ചർ ഓഫ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ കവർ ചെയ്യാണ്. ഡിസൈർ ടു ബൈ സോറി കേട്ടോ. Now, desire to buy. The desire to buy the commodity increases with the decline in prices. ശരിയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കൂടുതൽ മേടിക്കണമെന്നൊരു കമ്മോട്ടി മേടിക്കണമെന്ന് തോന്നുന്നത് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, പിന്നെ എന്താണ് വില കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ നമ്മൾ പോയി മേടിക്കുമല്ല. മിക്ക സാധനങ്ങൾ വില കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ മേടിക്കും? വില കുറഞ്ഞു നമ്മൾ ടെക്സ്റ്റൈൽസ് കൂടുതലായിട്ട് മേടിക്കും. ശരിയല്ലേ? നമ്മൾ പോയി മേടിക്കും. നമുക്ക് ആവശ്യത്തിന് തുണിയൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എന്ത് ചെയ്യും? നമ്മൾ പോയി ടെക്സ്റ്റൈൽസിൻ്റെ വില കുറഞ്ഞ് 500 രൂപയുടെ ഒരു സാധനം 100 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കും. 100 രൂപ എങ്ങനെയാണ് ഉണ്ടാക്കി. അപ്പോൾ ഒരു 2 എണ്ണം കൂടെ കൂടുതൽ, 2 ഡ്രസ്സും കൂടെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കും. അതാണ് ഡിസയർ ടു ബൈ. കപ്പാസിറ്റി ടു ബൈ. ആസ് ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഫാൾസ്, ദി കൺസ്യൂമർ ഇസ് ഏബിൾ ടു പർച്ചേസ് ഹയർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുകയാണെന്നുണ്ടല്ലോ, നമുക്കത് മേടിക്കാനുള്ള ശേഷി കൂടുക. നമ്മുടെ ഇൻകം 1000 രൂപ എന്ന് വിചാരിച്ചു, നേരത്തെ 500 രൂപയായിരുന്നു ആ സാധനത്തിൻ്റെ വില. അതിൻ്റെ വില 50 രൂപ കൂടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മേടിക്കാനുള്ള കപ്പാസിറ്റി വന്നു. ഇത് നമുക്ക് മാത്രമല്ല, ഓൾ അതർ പീപ്പിളിന് വരും. സോ ദാറ്റ് ഈ ഡിമാൻഡ് ഇൻക്രീസസ്. സോ വെൻ പ്രൈസ് ഡിക്രീസസ് the demand increases because our capacity to buy that particular commodity goes up.
Okay, then comes substitution. We substitute this commodity for other commodities because the price of this commodity has fallen. With a reduced price of a specific commodity, that commodity becomes cheaper compared to its substitute goods and hence demand increase. This reason also we have studied. We covered. There is no question. We can understand. Any problem? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം നമുക്ക് ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലാക്കാൻ പറ്റിയാലേ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. ഓർത്തിരിക്കാൻ പറ്റിയാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റിയാലേ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. ഓർത്തിരിക്കാൻ പറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. കിട്ടിയില്ലോ. സോ അണ്ടർസ്റ്റാൻഡ്. All those points are very easy. We have covered already under different topics in the previous classes. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാം. ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. നമുക്ക് അടുത്തായിട്ട് കാണാം. എന്താണ്? ന്യൂ യൂസേഴ്സ്. So when the price of a commodity falls, suppose that the price of Apple iPhone comes down from 1.5 lakh rupees per unit to 5,000 rupees. 5,000 വേണ്ടല്ലേ, നമുക്ക് എത്രയാണ്? ഒരു 7,000 rupees വയ്ക്കാം. ഇത്രയും അങ്ങ് കുറച്ച് സ്വപ്നം കാണാൻ പറ്റുമോ? ഒരു 7,000 rupees കുറച്ച് കഴിഞ്ഞാൽ all of you will demand iPhone, because you become a new user because the price has fallen. This 7,000 rupees is within your capacity, within your purchasing capacity. You demand this phone. iPhone ഭയങ്കര നല്ലതെന്നല്ല ഞാൻ പറഞ്ഞിട്ട് ഓൾ പോയി അച്ഛാ എനിക്ക് നാളെ ഐഫോൺ വേണമെന്ന് പറഞ്ഞേക്കത്. അങ്ങനെയൊന്നുമല്ല. ഈ 7,000 രൂപയ്ക്ക് മേടിക്കുകയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ മേടിക്കും. സോ there comes new users. Lower price encourages low income people to purchase the commodity. മനസ്സിലായല്ലോ. പ്രൈസ് കുറയുകയാണെങ്കിൽ ലോ ഇൻകം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് പോയി മേടിക്കാൻ പറ്റും. സോ ഫാർ ദേ വർ നോട്ട് ഏബിൾ ടു പർച്ചേസ് കമ്മോഡിറ്റി ബിക്കോസ് ഓഫ് ഹൈ പ്രൈസ്. ഇതുവരെ എന്ത് ചെയ്യും? ആ സാധനം നമുക്ക് അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അതിൻ്റെ വില കൂടുതലായിരുന്നു. വിത്ത് റെഡ്യൂസ്ഡ് പ്രൈസ് മോർ പീപ്പിൾ വിൽ ജോയിൻ ആസ് കൺസ്യൂമേഴ്സ്. അപ്പം പ്രൈസ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ ആൾക്കാർ കൺസ്യൂമർ എന്ന നിലയ്ക്ക് ആ കമ്മോഡിറ്റി പോയി മേടിക്കും. ശരിയല്ലേ? സോ നൗ these are the reason why the law of demand is operating, or what we can say, there is a downwardly sloping demand curve. ഇനി നമ്മൾ തൊട്ടടുത്താണ് exceptions to the law of demand. ഈ law of demand നമ്മളോട് പറയുന്നത് there is inverse relationship. പക്ഷെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചില എക്സെപ്ഷൻസ് എല്ലാത്തിനും ഉണ്ട്. ശരിയല്ലേ? നമ്മുടെ കൂട്ടുകാർക്കിടയിൽ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ ചില എക്സെപ്ഷൻസ് കാണും. നമ്മൾ പ്രതീക്ഷന് മറിച്ചാണ് കാര്യങ്ങളാണെങ്കിൽ exceptions, paradoxes. What are the paradoxes or exceptions to the law of demand? The usual law of demand says that there is inverse relationship between quantity demanded of a commodity and its price, but exception says that there can be any positive relation between these two. So when such situation comes, എപ്പോഴാണ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നത്? ഏത് കമ്മോഡിറ്റിയുടെ അങ്ങനെ സിറ്റുവേഷൻ വരെ അത് നമ്മൾ കാണാൻ പോകുന്നത്. The law of demand says that there is inverse relation between quantity demand of commodity and its price, but in some cases, in rare cases, we have to specify that it's rarest of the rare cases. This law doesn't hold goods. In these cases, demand for the commodity may go up, and when the price increases and vice versa. Price കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നുണ്ടോ? ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന കൂടുന്നുണ്ടോ? പ്രൈസ് കൂടിയപ്പോൾ such cases give birth to positively sloping demand curve. So we are going to familiarize with a positively sloping demand curve. In that case, we describe the commodity as a given good. Okay, given good is the main example for exception to the law of demand. The following diagram shows the positive relation between quantity demanded of a commodity and its price in the case of what we can say the given good. Right now we are having a positively sloping demand curve. We can see, I hope the relationship is positive. That means when the price of the commodity goes up, the quantity demanded of the commodity also goes up, right? This diagram is positively sloping. It is workable in the case of given goods. Given goods are popularized by Sir Robert Giffen. നമ്മൾ പഠിച്ചതാ, അതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിരുന്നു. Indicating an exception to the law of demand, given goods is an inferior good whose demand increases with increase in its price and vice versa. നേരെ തിരിച്ചു. ഓക്കെ, വൈസ് വേഴ്സ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രേസ് ആട്ടോ, നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. This means that there will be a positively sloping demand curve for given good. There is a positive relation between quantity demanded and the price of a commodity. This is a demand curve for a given good. This is a positive demand curve. This shows the positive relation between quantity demanded of a commodity and its price, or it is an exception to the law of demand, which usually says that there is inverse relation between quantity demanded and the price of a commodity. Now, what makes a given good? നമ്മുടെ ചോദ്യം ഇതാണ്, എപ്പോഴാണ് ഒരു ഗിഫൺ ഗുഡ് ഉണ്ടാകുന്നത്? നമ്മളിങ്ങനെ ഒരു റയറസ്റ്റ് ഓഫ് ദി റയർ കേസ് ഉണ്ടാകുന്ന പറയും. എപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഗിഫൺ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ്. The main feature of the goods is that
they have negative income effect. Income effect എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പോൾ സോറി യെസ് ഇൻകം കൂടുമ്പോൾ അതിനിടയ്ക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പോയത് കേട്ടോ. അതിനാണെന്നറിയാം, കോളേജിൽ പോകുന്നതിനെക്കുറിച്ച് ഒരു മെസ്സേജ് വന്നു, ശ്രദ്ധിക്കാൻ പോയി. സോറി, വെരി സോറി. നമുക്കങ്ങനെ ശ്രദ്ധ മാറാൻ പാടില്ല, എനിക്കും മാറാൻ പാടില്ല, നിങ്ങൾക്കും മാറാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, പ്രൈസ് കൂടുമ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. എന്താണ്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. സാറ് നമ്മൾ ഇൻകം കൂടുമ്പോൾ സാധനങ്ങൾ കൂടുതൽ മേടിക്കുമല്ലേ? ഇവിടെ അങ്ങനെയല്ല, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. സോ ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. what type of relation? Negative relation between what? Income and demand for that particular commodity. Usually when income increases, demand, quantity demand of the commodity also increases. This is a normal case, or normal income demand relationship is positive, but the abnormal relationship negative, which is there in the case of inferior good. നമ്മളത് പഠിച്ചാണ് inferior good ഡേയ്സിൽ. ഓക്കെ, നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ആൻഡ് നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ആസ് എ റിസൾട്ട് ഓഫ് നെഗറ്റീവ് ഇൻകം എഫക്റ്റ്, demand for the commodity decrease when the consumer income goes up. Okay, negative income effect in the case of inferior good. In the case of given good is also there. നമ്മൾ പറയും എന്താണ് inferior good and given good. നമ്മൾ the inferior goods where negative income effect is stronger than negative substitution effect is called given good. ഓക്കെ, അപ്പോൾ അതാണ് ഗിഫൻ ഗുഡ്. ഗിഫൻ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫൻ ഗുഡ് ഈസ് ദോസ് inferior goods where the negative income effect is stronger than stronger negative substitution. ഈ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണല്ലോ, ഇതിൻ്റെ വില കുറഞ്ഞാൽ നമ്മൾ കൂടുതൽ മേടിച്ചു, പ്രൈസ് കുറഞ്ഞു, നമ്മൾ കൂടുതൽ മേടിച്ചു, ഡിമാൻഡ് കൂടി. ഓക്കെ, ഇവിടെ വരുമ്പോഴോ പ്രൈസ് ഇൻകം കുറഞ്ഞു, ഇൻകം കൂടി എന്ന് പറയാം, ഇൻകം കൂടി, ഡിമാൻഡ് കുറഞ്ഞു. മനസ്സിലായാലോ? ഒന്നുകൂടെ പറയാം, പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി. എല്ലായിടത്തും അങ്ങനെയാണ്, ഗിഫൻ ഗുഡിലും അങ്ങനെയാണ്, ഇൻഫീരിയർ ഗുഡിലും നോർമൽ ഗുഡിലും. പക്ഷേ ഇൻകം എഫക്റ്റില്ല. ഇവിടെയൊക്കെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻകം എഫക്റ്റ്, ഇൻകം കൂടി, ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ ഡിമാൻഡ് 10 യൂണിറ്റ് കൊണ്ട് കുറഞ്ഞു. ഇൻകം കൂടിയതിൻ്റെ ഫലമായിട്ട് ഇൻകം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഈ സാധനം മേടിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. ഗിഫൻ ഗുഡാണ്, ഇൻഫീരിയർ ഗുഡാണ്, പോരാ, ക്വാളിറ്റി കുറവാണ്, നമ്മളിത് കുറച്ച് മേടിച്ചു, 10 യൂണിറ്റ് കുറച്ച് മേടിച്ചു. പിന്നെ ഇത് ഇൻഫീരിയർ ഗുഡാണ്, ഗിഫൻ ഗുഡ് ആണെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെ വില കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ മേടിച്ചു. എത്ര യൂണിറ്റ്? ഒരു 4 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. 3 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. മൊത്തത്തിൽ 3 യൂണിറ്റ് കൂടുതൽ മേടിക്കുകയും 10 യൂണിറ്റ് കുറച്ച് മേടിക്കുകയും ചെയ്തു. നെറ്റായിട്ട് 7 യൂണിറ്റ് നിങ്ങൾ കുറച്ച് മേടിച്ചു. അതാണ് ഒരു പ്രൈസ് ചേഞ്ചിൻ്റെ ഫലമായിട്ട്. ഇൻകം ചേഞ്ച് ചെയ്യും, നമ്മൾ ഈ സാധനത്തിന് മറ്റു സാധനങ്ങൾക്ക് ഈ സാധനം കൂടുതൽ മേടിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഒരു പ്രൈസ് ഈ കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് 7 യൂണിറ്റ് നമ്മൾ കുറച്ചാണ് മേടിച്ചത്. മനസ്സിലായി? വില കുറഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. വില കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് 7 യൂണിറ്റ് കുറച്ച് മേടിച്ചു. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കൂടുന്നല്ല പറഞ്ഞാൽ, പക്ഷേ ഇവിടെ എന്ത് ചെയ്ത്? കുറച്ച് മേടിച്ചു. സോ ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഇത് പ്രൈസ് കുറഞ്ഞു, വില കുറഞ്ഞു. പ്രൈസ് കൂടിയായിരുന്നെങ്കിലോ? വില കുറഞ്ഞല്ല, ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് കൂടിയായിരുന്നെങ്കിലോ? ഡിമാൻഡ് കൂടിയേനെ. സോ ദാറ്റ് ഷോസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദർ ക്യാൻ ബി എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ quantity demanded of a commodity, quantity demanded of a commodity and its price. Okay, so the demand curve has this positive relation because the negative income effect is stronger than the negative substitution effect in the case of given goods. മനസ്സിലായല്ലോ? all given goods are inferior goods. മനസ്സിലായല്ലോ? all given goods are what? Or given goods are inferior goods. All given goods are inferior goods. Given good is a type of inferior good where the negative income effect is stronger than the substitution effect. നമ്മൾ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ഓൾവേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് നെഗറ്റീവ്. നമ്മൾ പ്രത്യേകിച്ച് പോയി എല്ലായിടത്തും നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? സോ നെഗറ്റീവ് ഇൻകം ഇവിടെ അങ്ങനെയല്ല, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് income effect is stronger than the substitution effect, so that when the price of the commodity falls, the demand also falls. When the price of the commodity goes up, the demand also goes up. So that is the way in which given goods are born, given goods are working, or why there is an exception to the law of demand, so that there is positive relation between quantity demanded of a commodity and its price. Okay, the demand curve will have a positive slope or an upward sloping shape as we are seeing in this diagram. Okay,
അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. ഗിഫൻ ഗുഡൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻകം എഫക്റ്റ് പഠിച്ച് നമ്മൾ പഠിച്ചാണ്. So I am not explaining in that much because this is the second time you are considering about the working of Giffen goods. ഓക്കെ, ഇനി നമ്മൾ ഗിഫൺ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും നോർമൽ ഗുഡ്സും നമ്മളുടെ എക്സ്പ്ലനേഷൻ ഈ ടേബിൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് പഠിച്ചാൽ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കും കേട്ടോ, ഈ ടേബിളിൻ്റെ അകത്ത് നമ്മൾ ടേബിൾ ആയതുകൊണ്ട് ടേബിൾ ആക്കുമ്പം ചില പ്രശ്നങ്ങൾ പറ്റിയപ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞ് ഇവിടെ ഒരു ബ്രേക്കിൻ്റെ ആവശ്യമില്ല. ഇൻഫീരിയർ ഗുഡിലെ ഒരു ഐറ്റമാണ് ഗിഫൺ ഗുഡ്. ഗിഫൺ ഗുഡ് ഈസ് വൺ ടൈപ്പ് ഓഫ് വാട്ട് വി ക്യാൻ സേ ഇൻഫീരിയർ ഗുഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങൾ കാണണം. ഇൻഫീരിയർ ഗുഡ് എന്ന ബേസിക്കലി വൺ ടൈപ്പ് ഓഫ് ഗിഫൺ ഗുഡ് തന്നെയാണ്. യാതൊരു വ്യത്യാസം. ഒരു സെക്കൻഡ്, ഞാൻ കാക്ക ഓടിച്ചിട്ട് ഇപ്പോൾ വരാം, നിങ്ങൾ പോയേക്കരുത് കേട്ടോ. കാക്ക ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ പോയേക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ കാക്ക ഓടിച്ചപ്പം കോഴി ഭയങ്കര ബഹളം. അപ്പോൾ കാര്യം പിടികിട്ടില്ലോ, ഇൻഫീരിയർ ഗുഡിൻ്റെ അകത്താണ് ഗിഫൺ ഗുഡ് വരുന്നതെന്ന് പിടികിട്ടില്ലോ. ഞാൻ ആ ഡയഗ്രത്തിൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും കാണിക്കും. ഇവിടെ ഒരു ബോക്സ് ഇട്ടിട്ട് ഇൻഫീരിയർ ഗുഡിൻ്റെ അകത്ത് ഒരു ഐറ്റമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കാണിച്ച് അടുത്ത പ്രാവശ്യം സെറ്റപ്പ് ആക്കിക്കണം. ഈ പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ ഇത് സെറ്റപ്പ് ആക്കിക്കണം. ഓക്കെ, അപ്പോൾ കാര്യം പിടികിട്ടില്ലോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ സോ ദാറ്റ് യു വിൽ ഫീൽ ബോറിംഗ്. റിമെമ്പർ, നെഗറ്റീവ് ഇൻകം എഫക്റ്റ് മീൻസ് ലെസ് ഓഫ് ദി കമോഡിറ്റീസ് പർച്ചേസ് വെൻ ഇറ്റ്സ് പ്രൈസ് falls. And negative substitution means more of the commodity purchase when this price falls. For the same reason, you purchase greater of this commodity. Demand കൂടി ഇവിടെ കാരണം എന്താ? Substitution effect. There are some other cases where the law of demand is in work. First, during the time of scarcity, demand may also go up. Okay, നോർമൽ ഗുഡിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞു. നോർമൽ ഗുഡിൻ്റെ കേസിൽ ഡിമാൻഡോട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, ഗിഫൺ ഗുഡ്സിൻ്റെ സം ഓഫ് ദി ഗിഫൺ ഗുഡ്സിൻ്റെ കേസിലും ഡിമാൻഡ് ഗുഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ബട്ട് ഇൻ സം ഓഫ് ദി കേസസ് വേർ there is strong negative income effect, you can say the demand curve is what we can say upward sloping. That is only in the case of Giffen good. In one type of inferior good, you can say you can explain it as Giffen good, there is negative relation, positive relation between quantity demand of commodity and its price. Okay, അപ്പോൾ നമുക്ക് അത്രയും മതി ഇന്നത്തെ ക്ലാസ്. എനിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് ഇന്നൊരു ഷോർട്ടായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. ബാക്കി ഞാൻ അടുത്ത ദിവസം വന്നിട്ട് എടുത്തോളാം കേട്ടോ. നാളെ വന്നിട്ട് നമ്മുടെ ക്ലാസ് തീരും പെട്ടെന്ന്, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിലാണ് സംഭവം. ഇനി അടുത്ത ചേഞ്ചസ് ഇൻ ഡിമാൻഡാണ്. സെക്കൻഡ്, ചേഞ്ചസ് ഡിമാൻഡ് എന്നുള്ളത്, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ. പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടോ, ഡിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതുപോലെ ഡിമാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നു, ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു, ഡിമാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നു ഉണ്ടോ, കുറയുമോ കോൺട്രാക്ട്. ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിടേണ്ടതായിരുന്നു, ഞാൻ അടുത്ത ആഴ്ച തട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് ഡയഗ്രാം. ഡിമാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നു നമ്മൾ പഠിച്ചാൽ +2 അല്ലേ? അതെ. പിന്നെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. തിരിച്ചാണെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. Okay, I'm just giving a brief idea about the topic we are going to cover in the next classes, not nothing more than that. And then comes the price elasticity of demand. So these are the topics which we should cover in the next classes. Okay, until then you should just concentrate and read and review what we have studied today. That is the law of demand, why the reasons for the negative relation between quantity demand of a commodity and its price, the reason why the demand curve downward sloping. Okay, and we saw several reasons, like the principle of diminishing marginal utility, like that, law of diminishing marginal utility. And again we saw so there are a lot of explanations or factors which causes what we can say the law of demand or positive relation quantity demand of commodity and its negative relation between quantity demand of commodity and its price. And then we studied about the law of exemption to the law of demand, and then that exemption works in the case of a given good. Then what is a given good, and about the difference between given goods, inferior good, and the normal good we covered during the previous classes. We are not going to repeat that because of time scarcity. Similarly, you have studied these topics in your +2 also, but this is the diagram which you should always keep it in mind. Substitution effect is there, income effect is there, how it works. Here the same direction, negative income effect causes higher demand as a result of the decline in the price. Negative positive income effect causes higher demand due to what we can say decline in this price. So ultimately here 5 units is purchased, here it is 5 unit again purchased, total 10 unit. Here it is because of negative income effect 5 unit is purchased, 3 unit is decreased, but ultimately 2 units additionally purchased. Okay, higher units. Here it is, I told you the example is 3 units purchased,
10 units has been reduced, as a result 7 unit has been what we can say cut down. 7 units നമ്മൾ കുറച്ചാണ് മേടിച്ചത്. പ്രൈസ് കുറഞ്ഞെങ്കിൽ പോലും നമ്മൾ 7 യൂണിറ്റ് കഴിഞ്ഞതിനേക്കാളും നമ്മൾ കുറച്ചാണ് മേടിച്ചത്. സോ ദിസ് സിറ്റുവേഷൻ ഈസ് എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഡിമാൻഡ് ഹാസ് fallen. Here demand has increased both cases, but in the case of some inferior goods where there is negative income effect is stronger than the negative income effect is stronger than the substitution effect, you can say there is ultimately the quantity demanded of commodity falls, so that there is positive relation quantity demand is price. So when the price falls, actually the demand what we can say increases, or the price increases, the demand also increases, producing one type of a demand curve, an a positively sloping demand curve. We can say the law of demand doesn't work there, or it becomes an exception to the law of demand. Okay, so that's all about today's class. Thanks for listening.